ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സയൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെറോദസ് രാജാവിന്റെ കാലത്ത് അബിയായുടെ കുടുംബത്തിൽ ജനിച്ചൊരു പുരോഹിതയാണ് സക്കറിയാസ്. അഹറോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. വിശുദ്ധ കന്യകാമറിയത്തിന്റെ ബന്ധുവും യോഹന്നാന്റെ അമ്മയുമാണ് എലിസബത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ: എലിസബത്തിന്റെ ജനനം, മാലാഖയുടെ സന്ദർശനം, ഗർഭം ധരിച്ചു, യോഹന്നാന്റെ ജനനം, മരണം എന്നിവയാണ്. ധൂപാർപ്പണ സമയത്ത് ഗബ്രിയേൽ മാലാഖ സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: സക്കറിയാസ്, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. എന്നാൽ സക്കറിയാസ് വിശ്വസിക്കാതിരുന്നതിനാൽ മൂകനായി യോഹന്നാന്റെ ജനനം വരെ ജീവിച്ചു. മാലാഖയുടെ വചനം പോലെ എലിസബത്ത് പേരിടേണ്ട ദിവസം വന്നപ്പോൾ എലിസബത്ത് യോഹന്നാൻ എന്ന് പേരിടണം. എന്നാൽ കുടുംബത്തിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന് ചിലർ വാദിച്ചു. തന്റെ പുത്രൻ എന്ത് പേരിടണമെന്ന് പിതാവിനോട് ഒരു എഴുത്തുപലകയിൽ യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എന്നെഴുതി. പാരമ്പര്യമനുസരിച്ച് ഹെറോദേസ് രാജാവിന്റെ ഭീഷണിയിൽ നിന്ന് ഓടിപ്പോയെന്നും പിന്നീട് മരിച്ചു എന്നും പറയപ്പെടുന്നു. എലിസബത്തിനെ വിശുദ്ധ എലിസബത്ത് ആയി ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്നു. വിശുദ്ധ എലിസബത്തിന്റെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിച്ച് ദൈവത്തിന്റെ മഹത്വഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്നു.